നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ഉറക്കമില്ലാത്തൊരു രാത്രി കൂടിയായിരുന്നു സമ്മാനിച്ചത്. ചരിത്രത്തിൽ ഇന്ത്യ അത്തരത്തിൽ ഒരുപാട് രാത്രികൾ പാകിസ്ഥാനെ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലത്തേതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതോടുകൂടി ആ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടി. പലപ്പോഴും കയ്യിൽ വടിയും വെച്ച് ഓങ്ങിയിരുന്ന ഇന്ത്യക്ക് അന്നത്തെ രാത്രി പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമായിരുന്നു. ഒന്നല്ല 9 ഭീകര കേന്ദ്രങ്ങളും ഭീകരരുടെ നഴ്സറികൾ എന്നറിയപ്പെടുന്ന ഒരുപാട് ഭീകര കോട്ടകളും 100ഓളം വരുന്ന ഭീകരരെയുമാണ് ഇന്ത്യ വെറും മിനിറ്റുകളിൽ തീർത്തത്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടി ഇന്ത്യ നൽകിയത് ഒരു പുലർച്ചെയായിരുന്നു. 12 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ബോംബിട്ട് തകർത്തു. ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 16ാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ബാലാകോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ 2:45 4:05 ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രി ശേഷമാണ്. അതിന് തിരഞ്ഞെടുത്ത സമയം ഇതുതന്നെയാണ്. എന്തുകൊണ്ട് ആ സമയം തിരഞ്ഞെടുത്തു? ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പല ചോദ്യങ്ങൾക്ക് നമ്മുടെ കര, നാവിക, വ്യോമ മേധാവികൾ ഉത്തരം തന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ പുലർച്ചെ 1 മണിക്ക് ആസൂത്രണം ചെയ്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ രംഗത്ത് വരികയാണ്. സൈനികർക്ക് ഇരുട്ടിൽ പോലും ചിത്രങ്ങൾ പകർത്താനുള്ള കഴിവിന്റെ ആത്മവിശ്വാസം, സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് മെയ് 7 പുലർച്ചെ 1 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ ഇന്ത്യ മനഃപൂർവ്വം തീരുമാനിച്ചത്. സിവിലിയൻ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സാധാരണക്കാരുടെ ജീവൻ അവർ മതം ചോദിച്ച് ഒരു ദയയുമില്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ കൊലപ്പെടുത്തിയപ്പോൾ രാജ്യം ഒന്നടങ്കം വേദനിച്ചു. എന്നാൽ അതേ രീതിയിൽ പാകിസ്ഥാനിൽ കയറി അവരെ മൊത്തത്തിൽ തീർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പക്ഷെ ഒരിക്കലും അവിടെയുള്ള സാധാരണക്കാരെ ബലിയാടാക്കാൻ ഇന്ത്യ തയ്യാറല്ല. കാരണം അങ്ങനെ ചെയ്താൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? അതുകൊണ്ട് കൂടിയാണ് ആ ഒരു സമയം തിരഞ്ഞെടുത്തത്. 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായി മെയ് 7 അർദ്ധരാത്രിയിലെ ആക്രമണം ബാങ്ക് വിളി, നമസ്കാരം എന്നിവയുടെ സമയമല്ലാത്ത പുലർച്ചെയാണ് നടത്തിയത്. പുലർച്ചെയുള്ള സമയത്ത് നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. പുലർച്ചെ 5:30 6 മണിക്കോ ആക്രമണം നടത്തുന്നതായിരുന്നു ഏറ്റവും മികച്ച തീരുമാനം. എന്നാൽ ആ സമയം മുസ്ലിം സഹോദരങ്ങളുടെ പ്രാർത്ഥനാ സമയമായതിനാൽ നിരവധി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഈ സമയം തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നേരത്തെ ഞങ്ങൾ ബാലാകോട്ട് ഓപ്പറേഷൻ നടത്തിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങളോ ഫോട്ടോകളോ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുലർച്ചെ 1 മണിക്ക് ഞങ്ങൾ ചെയ്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, രാത്രിയുടെ ഇരുട്ടിൽ പോലും ചിത്രങ്ങൾ പകർത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം. രണ്ടാമതായി, സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പുലർച്ചെ 5:30 6 ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ ബാങ്ക് വിളിയും നമസ്കാരവുമുണ്ട്. നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകുമായിരുന്നു. ഞങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ ആഗ്രഹിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് മെയ് 7 പുലർച്ചെ 1-നും 1:30 ഇടയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ആക്രമണങ്ങൾ നടന്നത്. നേരത്തെ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ തരം യുദ്ധമുറയ്ക്ക് തുടക്കം കുറിച്ചതായി ജനറൽ ചൗഹാൻ പറഞ്ഞു. കര, കടൽ, ആകാശം എന്നീ പരമ്പരാഗത യുദ്ധമേഖലകൾക്ക് പുറമെ സൈബർ, ഇലക്ട്രോ മാഗ്നറ്റിക്, സ്പേസ് തുടങ്ങി പുതിയ മേഖലകളും യുദ്ധത്തിന്റെ ഭാഗമായി. ഈ ഓപ്പറേഷനിലെ വിജയം നമ്മുടെ ആക്രമണത്തിന്റെ വൈദഗ്ധ്യമാണ്. രാത്രിയിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ പ്രത്യേക പ്രയത്നം ആവശ്യമായിരുന്നു. ഈ ഓപ്പറേഷനിലെ എല്ലാ ഘട്ടങ്ങളിലും പാകിസ്ഥാനെ ഇന്ത്യ നിർണായകമായി പരാജയപ്പെടുത്തി. ഉറി, ബാലാകോട്ട് ആക്രമണങ്ങളിൽ കര, വ്യോമ മാർഗങ്ങളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇത്തവണ ഇന്ത്യ പുതുതായി സ്വായത്തമാക്കിയ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു. ഇന്നത്തെ പോരാട്ടങ്ങളെ നാളത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ 3 സായുധ സേനകൾ നിരവധി പാഠങ്ങൾ പഠിച്ചുവെന്നും ഇത് ഉയർന്ന തലത്തിലുള്ള തയ്യാറെടുപ്പിനും സംയോജനത്തിനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സേന സൈനിക നടപടിയിലേക്ക് നീങ്ങിയത്. പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു നമ്മുടെ ഇന്ത്യൻ സേനകൾക്ക്, അതായത് കര, നാവിക, വ്യോമ സേനകൾക്ക് നമ്മുടെ രാഷ്ട്രം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. എവിടെ, എങ്ങനെ, എപ്പോൾ വേണമെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9ഓളം ഭീകര കേന്ദ്രങ്ങളും ലോഞ്ച് പാഡുകളും ഇന്ത്യൻ സേന കൃത്യമായ ആക്രമണങ്ങളിലൂടെ തകർത്തു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ കൂടി ഓർമ്മിപ്പിക്കാം. നമ്മുടെ ക്ഷമയെ ബലഹീനതയായി കാണരുത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും സാമ്പത്തിക ശക്തിയും വളരുകയാണ്. ഭീകരർക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ നീക്കങ്ങൾക്ക് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ. മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നിലപാടിന് ഉദാഹരണമാണ്. പഹൽഗാമിൽ ടൂറിസ്റ്റുകളോട് മതം ചോദിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയ ഭീകരരെ മതം നോക്കാതെയാണ് നമ്മുടെ സൈന്യം വകവരുത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ കാരണമല്ല സംഭവിച്ചത്. അത് ആരുടെയും ഇടപെടൽ മൂലമല്ല, മറിച്ച് ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോഴും തുടരുകയാണ്. അത് നിർത്തിയെന്ന് ആരും കരുതേണ്ട. ആരും അത് തടഞ്ഞിട്ടില്ല. ഈ ഓപ്പറേഷൻ വഴി ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് കനത്ത നാശനഷ്ടമുണ്ടായി. ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടുവെന്ന് അവരുടെ കമാൻഡർ തന്നെ സമ്മതിച്ചു. 2014 മോദിജി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 11ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ അത് 4ാം സ്ഥാനത്താണ്. വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ 3 മികച്ച സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിന് ശേഷം പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ, അതിൽ നിന്നൊന്നും ഒരു ഇഞ്ച് പോലും ഇന്ത്യ പുറകിലേക്ക് പോയില്ല. 1960 മുതൽ പ്രാബല്യത്തിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. സിന്ധു നദിയുടെയും പോഷക നദികളിലെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാർ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബർ 19-ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ചതാണ്. കരാറിനനുസരിച്ച് പടിഞ്ഞാറുള്ള സിന്ധു ജലം, ചെനാബ് നദികൾ പാകിസ്ഥാനും കിഴക്കുള്ള ബിയാസ്, റാവി, സത്ലജ് നദികൾ ഇന്ത്യക്കുമാണ്. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുള്ള കര, വ്യോമ, നാവിക സേന ഉപദേശകരുടെ അംഗീകാരം നഷ്ടപ്പെട്ടു. ഇന്ത്യയും സമാനമായ രീതിയിൽ ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷനിലെ സേനാ ഉപദേഷ്ടാക്കളെ പിൻവലിച്ചു. ഈ പദവികൾ ഇനി ഉണ്ടാകില്ല. ഇവരുടെ കീഴിലുള്ള 5 ജീവനക്കാരെയും മടക്കി വിളിച്ചു. മിഷനുകളിലെയും ജീവനക്കാരുടെ എണ്ണം 30ആയി വെട്ടിക്കുറച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ തരം വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തു. ഏപ്രിൽ 23-ന് സാർക്ക് വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാകില്ലെന്നും ഇതിന്റെ ഭാഗമായി നൽകിയ വിസകൾ റദ്ദാക്കിയതായും പ്രഖ്യാപിച്ചു. 24-ന് എല്ലാത്തരം വിസ സേവനങ്ങളും ഇന്ത്യ റദ്ദാക്കി. പാക് പൗരന്മാരോടും രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. 953 പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിട്ടു. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതിയും കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഏപ്രിൽ 24-ലെ അട്ടാരി അതിർത്തി വഴിയുള്ള വ്യാപാര ഇടപാടുകൾ നിർത്തിയെങ്കിലും മറ്റു രാജ്യങ്ങളിലൂടെ ഇന്ത്യയിലെത്തിയിരുന്നു. ഈ മാസം 2-ന് ഇതും വിലക്കി. പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിലേക്കും പോകരുതെന്ന് ഉത്തരവിട്ടു. തപാൽ, പാഴ്സൽ ഇടപാടുകളും റദ്ദാക്കി. 16 യൂട്യൂബ് ചാനലുകൾക്കും നിരോധനം. കൂടാതെ രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾക്കും വെബ് പേജുകൾക്കും ഇന്ത്യയിൽ വിലക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ അട്ടാരി, ഹുസൈനിവാല, സഡ്കി അതിർത്തികളിലെ റിട്രീറ്റ് സെറിമണികളിലെ ചടങ്ങുകൾ വെട്ടിക്കുറച്ചു. അതിർത്തികളിലൂടെയുള്ള വ്യാപാര ഇടപാടുകളും യാത്രകളും എല്ലാം നിരോധിച്ചു. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. വീണ്ടും ഇന്ത്യ തകർത്ത പഴയ ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇന്ത്യയുടെ റഡാറിൽ തന്നെയുണ്ട്. കൃത്യമായി ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തല പൊക്കിയാൽ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കണ്ട.